ഹലോ മൈ ഗൈസ്, നമ്മളിന്ന് പോണത് ലോക പ്രശസ്തമായ താജ്മഹൽ കാണാൻ. അവിടെ ഓട്ടോറിക്ഷയിൽ ചെന്നറിഞ്ഞപ്പോ തന്നെ കാണുന്ന കാഴ്ച മുരിങ്ങക്കായ പൊട്ടിച്ചണ കാഴ്ചയാണ്. അവിടെ നമുക്ക് ടിക്കറ്റ് തന്നെ 250 റുപ്യാണ് വരും. ഫോറിനേഴ്സിനെ പോലെ പിന്നെടുക്കും. അതിന്റെ ഫസ്റ്റ് ഗേറ്റ് കടക്കുമ്പോ തന്നെ കിട്ടുന്ന ഒരു ഭംഗി ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ഇന്ത്യയിൽ എന്തെങ്കിലും കണ്ടെന്ന് തോന്നുന്നു. ഇതാണ് മെയിൻ ഗേറ്റ്. അത് കടന്നാൽ കിട്ടുന്ന കാഴ്ചയാണ്. ഇവിടെ നല്ല റൊമാന്റിക് ആയി താത്തിയും ഒരു വികാരമില്ലാത്ത ഒരു കാക്കി ഫോട്ടോഷൂട്ട് നടത്തുന്നത്. താജ്മഹൽ കണ്ട് ഞങ്ങളാകെ പരിഗണ പോളകിതരെ പല ജാതി ഫോട്ടോഗ്രാഫി കണ്ടിട്ടുണ്ട്. ഇതേതാ ഞങ്ങളാന്ന് മനസ്സിലായിട്ടില്ല. ഡെയിലി താജ്മഹൽ കാണുന്നോണ്ടാന്ന് തോന്നുന്നു. തൊടുവിലും മുളച്ച പൊന്തക്ക് വരെ റോമാഞ്ചിഫിക്കേഷൻ വന്നു. ഒരു സാരി എടുത്ത് കണ്ട് വന്ന മദാമന്റെ സാരി ഒന്നും ഇങ്ങനെ രണ്ട് കിളിനാദങ്ങൾ അപ്പുറത്തുണ്ടായിട്ടും ആ വൈറ്റാളെ മൈൻഡ് ആക്കാതെ എന്തുമേക്കൽ നോക്കിക്കണമെങ്കിൽ അത് താജ്മഹൽമ മാത്രം. എന്ത് മദാമായിട്ട് എന്താ കാര്യത്തൊക്കെ കാണണമെങ്കിൽ ഇന്ത്യക്ക് തന്നെ വരും. നമ്മളങ്ങനെ അതിന്റെ ഉള്ളിൽ കയറാൻ നിൽക്കുമ്പോഴാണ് നീൽ സാരിട്ട മദാമക്ക് ഇന്നെന്തോ ചിലപ്പോ വാവന്റെ അടുത്ത ട്രിപ്പ് യൂറോപ്പൊക്കെ മദാമായിട്ട് ഒരു ചെറിയൊരു കൊളാബരം. ഇതിന്റെ ഉള്ളിൽ പോലെ കബറാണുള്ളത്. വീഡിയോ എടുക്കായിക്കൂല നമ്മൾ നല്ല എടുത്ത്. ഇവരെന്തൊക്കെ ടോർച്ചടിച്ചിങ്ങാണ്ടൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ നോക്കി അതേപോലെ ഇച്ചൊന്നും കിട്ടിയില്ല. ഇതിന്റെ 4 സൈഡിലും 4 വ്യൂ ആണ്. ഒരു സൈഡിൽ വ്യൂ ഇതാണ്. പുറത്ത് കഴിഞ്ഞപ്പോ ഒരു വടയക്ഷി ആ കുനിയിൽ നിന്ന് കണ്ടില്ല ഫോട്ടോഗ്രാഫി കണ്ടാറ്. അത് കേരളത്തിൽ നിന്നില്ല. വേറെ തന്നെ ഒരു ഫീൽ ആണ് കേട്ടോ താജ്മഹൽ കാണേണ്ട ഒരു മുതൽ തന്നെ. നമ്മളൊരു തണലത്തിരുന്ന് കണ്ട് കുറച്ചേരം വായ നോക്കും. ആരെ പറഞ്ഞോനോട് താജ്മഹലിന്റെ അവിടെ വെള്ളി ഇടണം കായലാപ്പിച്ചാൻ വേണ്ടിട്ട് പുയ്യാപ്പള കൊട്ടെടുത്താണ് വന്നിട്ട്. അത് കഴിഞ്ഞ് കണ്ട് നമ്മൾ നേരെ റൂം പോയി കടന്നു. ഈ ഹോട്ടൽ ആരും എടുക്കരുത്, പെരൂടായി. നമ്മളവിടെ നിന്ന് ഇറങ്ങി കണ്ട് നേരെ അജ്മീർ പോവാണ്. ചൂട് എന്ന് പറഞ്ഞാൽ സഹിച്ചാൻ പറ്റാത്ത അങ്ങനത്തെ ചൂട്. നേരം വെക്കേണ്ട ഈ പീടിയെന്ന് ഫുഡ് പാർസൽ വാങ്ങിയിട്ട് ബസ്സിന്റെ മുമ്പിൽ നിന്ന് കണ്ടെടുത്ത് ബസ് എടുത്തതാണെങ്കിലോ നോൺ ബുക്ക് ചെയ്ത നാറി ചതിച്ചതാ. കാറ്റ് എന്നൊക്കെ പറഞ്ഞ പൊള്ളുടെ കാറ്റാ വരും. എങ്ങനെയൊക്കെ പാടെ 9 മണിക്കൂർ ബസ് ഇരുന്ന് കണ്ട് അജ്മീർ. നമ്മളെ ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ വല്ല മൂലക്കൂരിലെ പോലെ ഓട്ടോറിക്ഷയിൽ ഇരിക്കും. അടത്തി കണ്ട് ഈ തള്ളന്റെ റൂം എടുത്തത്. റൂമിന്റെ അവസ്ഥയാണ്. കൊടുത്ത പൈസ എനിക്ക് തിരിച്ച് തരുന്നില്ല. നമ്മളങ്ങനെ വേറെ റൂം എടുത്തു. അപ്പൊ ബാക്കി നാളെ